സീതേച്ചി, പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കാണൂലേ? അതെ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാത്തുവിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലടി. നമുക്കുമില്ല പിള്ളേരെ. എന്തിനാ ദൈവം അവളെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അവളെ എന്തിനാ ഈശ്വരൻ തനിച്ചാക്കിയേ? ആകെ ഉണ്ടായിരുന്ന അവൾക്ക് അവളെ അമ്മയാ. അവരെയും കൊണ്ടുപോയി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ചേച്ചി. ദൈവത്തിന്റെ കയ്യിലല്ലേ എല്ലാം. ഈശ്വര, ഇങ്ങനെ നീ ആരെയും പരീക്ഷിക്കല്ലേ. ഞാനൊന്ന് അവളെ അടുത്ത് പോയി നോക്കട്ടെ. മോളെ മോളെ കാർത്തു, ഇന്നലെ തൊട്ട് മോളൊന്നും കഴിച്ചില്ലല്ലോ. വാ, ചേച്ചി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്ക്. എനിക്കൊന്നും വേണ്ട ചേച്ചി. അയ്യോ, അങ്ങനെ പറയില്ല മോളെ. എന്നായാലും ഈശ്വരൻ വിളിക്കുമ്പോ നമുക്കെല്ലാവർക്കും പോണം. എന്തിനാ ഈശ്വരൻ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ആകെ ഉണ്ടായിരുന്നേ എനിക്ക് എന്റെ അമ്മയാ. എന്തൊക്കെയോ സഹിച്ച അമ്മ എന്നെ വളർത്തിയേക്കുന്നേ. സമാധാനത്തോടെ ഒരു രാത്രി പോലും അമ്മ നേരാവണ്ണം ഉറങ്ങി കാണില്ല. എന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയിട്ട് വേണം ഇവിടുന്ന് മാറാനെന്ന് കരുതിയതാ. ഒരുപാട് ആഗ്രഹിച്ചതാ ഞാന്. എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് അമ്മയും ഞാനുമുള്ള ഒരു ജീവിതം. മറ്റു വീട്ടില് പണിക്ക് പോയാ എന്റെ അമ്മ ഇത്രയും വളർത്തിയത്. എനിക്കൊരു ജോലി വാങ്ങിയിട്ട് വേണം ഈ വാടക വീട്ടിൽ നിന്ന് മാറാൻ എന്നൊക്കെ കരുതിയിരുന്നതാ. പറയാൻ എനിക്ക് ആരുമില്ല ചേച്ചി. ബന്ധുക്കാരോ മിത്രമോ ആരുമില്ല. മോളെ അങ്ങനെ പറയല്ലേ. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഞങ്ങൾക്ക് നീ ഞങ്ങളെ മോളെ പോലെയാ. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ. ഇനിയും ബുദ്ധിമുട്ടാക്കാൻ വയ്യ. എന്ത് ബുദ്ധിമുട്ടാ എനിക്ക്? നീ പറ. മോള് വന്ന് ഭക്ഷണം കഴിക്ക്. ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ. ഇനി ഞാൻ വിഷമിക്കില്ല ചേച്ചി. ഞാൻ പോവാ. ഇങ്ങോട്ട്? നീ എങ്ങോട്ട് പോകുന്നേ? ഞാൻ വിഷമിച്ചിരിക്കുന്നേ എന്റെ അമ്മക്ക് ഇഷ്ടമില്ല. ഞാൻ ജീവിക്കും ചേച്ചി. നീ എങ്ങോട്ട് പോകുന്നേ? മരിക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നിന്നെ ഞങ്ങളെ എങ്ങോട്ട് പോകാൻ വിടില്ല. നിങ്ങളെ കൂടെയൊക്കെ നിൽക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഞാൻ എന്റെ അമ്മക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. ഈ ജീവിതത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് നിങ്ങളോടൊക്കെയാ. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. എങ്ങോട്ടാ മോളെ നീ പോകുന്നേ? ആരെ അടുത്തേക്കാ? ഞാനെന്റെ അമ്മയുടെ നാട്ടിലേക്ക് പോവാ. മോളെ, നീ കാര്യം പറയാണോ? എന്തിനാ നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? അവരൊക്കെ എന്നോ നിങ്ങളെ ഉപേക്ഷിച്ചതല്ലേ? എനിക്കറിയണം സീതമ്മേ, എന്തിനാ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയതെന്ന്. ഒരു തരി സ്നേഹമോ കരുണയോ കാണിക്കാതെ ഞങ്ങളെ അകറ്റിയത് എന്തിനാന്ന് എനിക്കറിയണം. മോളെ, ഞാൻ എന്താ പറയാ, നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. പിന്നെ നിനക്ക് എപ്പോഴും വീട്ടിലേക്ക് വരാം. നിനക്കറിയാലോ, നിന്റെ ഒരു അമ്മ ഇവിടെ ഉണ്ടാവും എപ്പോഴും നിന്നെ കാത്ത്. ആരൊക്കെ നിന്നെ എന്താ പറഞ്ഞാലും ഞങ്ങൾക്ക് നിന്നെ വേണം. നിനക്കറിയാലോ ലച്ചുവിനെ ഇതൊക്കെ താങ്ങാൻ പറ്റുന്നേ നീ കരുതുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾ കൂട്ടല്ലേടി. ഞാൻ തിരിച്ചു വരും സീതമ്മേ. മോള് വാ, വന്ന് ഭക്ഷണം കഴിക്കും. നീ ഇന്ന് പോയില്ലല്ലോ? ഇല്ല, നാളെ രാവിലെ പോണം. എന്നാ മോള് വീട്ടിലേക്ക് വാ, ഇവിടെ തനിയെ നിൽക്കണ്ട. ഇല്ല സീതമ്മേ, ഇന്നും കൂടെ എനിക്ക് ഇവിടെ നിൽക്കണം. എന്റെ അമ്മയുടെ ഓർമ്മകൾ. ഒറ്റയ്ക്ക് ഞാൻ നിന്നെ ഇവിടെ നിർത്തില്ല. ലച്ചു ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവളെയും തുമ്പിയെയും ഒക്കെ ഞാൻ ഇങ്ങോട്ട് വിടാട്ടോ. അതൊന്നും വേണ്ട, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. ഇനി അങ്ങോട്ട് ഒറ്റയ്ക്കുള്ള ജീവിതമല്ലേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾ കൂടെ ഉള്ളപ്പോ നീ ഒറ്റയ്ക്കാവില്ല. മോള് വന്ന് ഭക്ഷണം കഴിക്കി. നീ ഓക്കെ അല്ലേ? അതേടി. എങ്ങനെയാടി നീ ഞങ്ങളെ മുന്നിൽ എങ്ങനെ ചിരിച്ചു നിൽക്കുന്നേ? ചേച്ചി, എന്തിനാ നാളെ പോകുന്നേ? ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? അതെ, എന്തിനാ നീ പോകുന്നേ? ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ചവരാ നമ്മൾ. നീ പോയാ പിന്നെ ഞാൻ. ആരും നമ്മുടെ കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാവില്ലടി. ഓരോ സിറ്റുവേഷൻ അവരെ വേർപിരിക്കും. അപ്പൊ കാത്തേച്ചിനി ഞങ്ങളെ കാണാൻ വരൂലേ? പിന്നെ നിങ്ങളെ കാണാൻ ഞാൻ എന്തായാലും വരും. എനിക്ക് ഇവിടെ ആകെയുള്ള സമ്പത്ത് നിങ്ങളൊക്കെയാ. ഒരിക്കലും നീ ഒറ്റക്കാണെന്ന് തോന്നരുത് കേട്ടോ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും, നിന്നെ കാത്തു നിൽക്കും. എന്താവശ്യത്തിനും വിളിക്കാം. ഏത് സാഹചര്യങ്ങളിലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. അതെനിക്ക് അറിയാടോ. എന്റെ സീതമ്മ എന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട്. ചേച്ചി, നല്ല ആൾക്കാരാ എന്നെ കൂട്ടാതെ പോകുന്നല്ലോ. എന്നിട്ടിപ്പോ എന്തായി? ഞാനിപ്പോ വന്നില്ലേ? അല്ല പാറു, നീ ഒറ്റക്കാണോ വന്നേ? അമ്മ ആക്കി തന്നോ? ഇന്ന് കാത്തേച്ചിന്റെ കൂടെ എനിക്ക് നിക്കാലോ. നാളെ ചേച്ചി പോവൂലേ? എന്തിനാ മോള് സങ്കടപ്പെടുന്നേ? ചേച്ചി വേഗം വരുമല്ലോ. ചേച്ചിക്ക് ചേച്ചിന്റെ കുറച്ച് ബന്ധുക്കളെ കാണാനുണ്ട്. അവരെ കണ്ട ഉടനെ ചേച്ചി വരും. സത്യമായിട്ടും? അതേന്നേ.
പാറസിനൊക്കെ വിട്ട് ചേച്ചിക്ക് പോവാൻ കഴിയോ? ഏയ് ഒട്ടും കഴിയൂല. ഞാനിന്ന് ചേച്ചിയുടെ കൂടെ കിടക്ക. ഞാനിന്ന് എന്റെ പാറസിന്റെ കൂടെ കിടക്ക. പാറു ഒന്ന് പഠിക്കേ. അപ്പുറത്തുള്ളവരൊക്കെ ഉറങ്ങായിരിക്കും. നിന്റെ അച്ഛ കേട്ട അവരൊക്കെ പോണരും. ഓ പിന്നെ അവരൊക്കെ 8 ആകുമ്പോഴേക്ക് ഉറങ്ങാൻ നിൽക്കല്ലേ ചേച്ചി. ഒന്ന് പോയേ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ അവളെ വഴക്കൊന്നും പറയണ്ട. അല്ല നാളെ എപ്പോഴാ നീ ഇറങ്ങുന്നേ? അത് പറയാൻ മറന്നു. ഞാൻ രാവിലെ ഇറങ്ങും. പിന്നെ നിങ്ങളൊക്കെ ക്ലാസ്സിൽ പോകൂലേ? ആരെയും കാണാൻ കഴിയത്തില്ലല്ലോ. പാത്തു, ഞാനൊരു കാര്യം പറഞ്ഞാ നീ സമ്മതിക്കോ? എന്തേ? അത് പിന്നെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനും വന്നോട്ടെ നിന്റെ കൂടെ? അത് വേണ്ട ലച്ചു. അതെന്താ? ഇനി അങ്ങോട്ട് തനിച്ചുള്ള ജീവിതമല്ലേ. അപ്പോ ഇതൊക്കെ ശീലിച്ചേ മതിയാവൂ. ആര് പറഞ്ഞു തനിച്ചാണെന്ന്? അപ്പൊ ഞങ്ങളൊക്കെ നിന്റെ ആരാ? അതെ ചേച്ചി അങ്ങനെ തനിച്ചാവാ. ചേച്ചിക്ക് ഈ ചെറിയ പെങ്ങളില്ലേ? അതല്ലേ ലച്ചു, ഇനിയിപ്പോ അവിടെ എത്തിയാലും ഞാൻ ഒറ്റക്ക് തന്നെയല്ലേ എല്ലാ സ്ഥലങ്ങളിലും പോവേണ്ടത്. ഇപ്പോഴേ ശീലമായാൽ അതുമായി പൊരുത്തപ്പെട്ടേക്കും. അല്ല ചേച്ചി എങ്ങോട്ടാ പോകുന്നേ? അമ്മയുടെ ബന്ധുക്കളെ വീട്ടിലേക്കാണ്. നീ എന്തിനാടി അങ്ങോട്ട് പോകുന്നേ? നിനക്കറിയാലോ, നിന്നെയും അമ്മയും ഒരുപാട് കഷ്ടപ്പെടുത്തിയവരാ അവരെല്ലാം. എന്നിട്ടും നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? എനിക്ക് പോണം ലച്ചു. അവരൊക്കെ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയതെന്ന് അറിയണം. നിനക്കറിയാലോ, അച്ഛന്റെ ഓർമ്മകളെന്ന് പറഞ്ഞ എനിക്കൊന്നുമില്ല. എല്ലാം എന്റെ അമ്മയായിരുന്നു. മറ്റു വീടുകളിലെല്ലാം പണിക്ക് പോയി എന്നെ വളർത്തിയ എന്റെ അമ്മ എനിക്കൊരു നല്ല ജോലി കിട്ടിയിട്ട് വേണം ഈ വാടക വീട്ടിൽ നിന്ന് മാറാൻ എന്ന് കരുതിയിരുന്നത്. എന്നിട്ട് ദൈവം എല്ലാം. ചേച്ചി കരയാതെ. കാർത്തു, എനിക്കറിയാം നിന്നെ. ചെറുപ്പം മുതൽ കാണുന്നതല്ലേ ഞാൻ നിന്നെ. നീ എനിക്ക് ഒരു വാക്ക് തന്നതാ ഇനി കരയത്തില്ലാന്ന്. ആരുടെ മുമ്പിലും തോറ്റു പോകരുത് നീ. നിന്റെ അമ്മയുടെ വലിയ സ്വപ്നമായിരുന്നു നീ നല്ലൊരു നിലയിലെത്തുക എന്നുള്ളത്. അത് നീ നിറവേറ്റണം. ഇനി ആരൊക്കെ തള്ളി പറഞ്ഞാലും ഞങ്ങളെ ഫാമിലിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. നീയും നിന്റെ അമ്മയൊക്കെ ഞങ്ങളെ ഫാമിലിയിലെ ഒരംഗമായിരുന്നു. ആയിരുന്നു മാത്രമല്ല ഇപ്പോഴും എന്റെ അമ്മക്ക് നീ അമ്മയുടെ മോൾ തന്നെയാ. അതെ ചേച്ചി, എനിക്ക് എന്റെ കാട്ടച്ചന്റെ ചേച്ചി പോലെയാ. എനിക്കറിയാം, എനിക്കും എന്റെ അമ്മക്കും നിങ്ങളെ ഫാമിലിയോടുള്ള കടപ്പാട്. എന്റെ അമ്മ ഈ നാട്ടിലേക്ക് എന്നെയും കൊണ്ടുവന്നപ്പോ എന്റെ കൈ നീട്ടി സ്വീകരിച്ചതാ നിങ്ങളെ ഫാമിലി. ഞാനതൊന്നും മരിക്കോളം മറക്കത്തില്ലടി. നീ ഇപ്പോ എന്തിനാ അതൊക്കെ പറയുന്നേ? ഞങ്ങളെ കൂടെ സങ്കടപ്പെടുത്താനാണോ? നിനക്ക് ഇപ്പോ അവരെല്ലാം കാണണം. അതിന് നീ അങ്ങോട്ട് പോവും, തിരിച്ചിങ്ങോട്ട് തന്നെ വരും ഞങ്ങളെ അടുത്തേക്ക്. അതൊന്നും എനിക്ക് നീ പറയാൻ പറ്റൂലടി. പക്ഷെ നിങ്ങളെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരും. നല്ലോണം പഠിക്കണട്ടോ. പിന്നെ മുട്ടയൊന്നും വാങ്ങി വന്നേ.